ഇതാണെന്ന് ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യത്തിൽ തലയിടുമ്പോൾ സ്വന്തം കാര്യം ഇങ്ങനെ ചോദിക്കുമ്പം അത് പറയാനുള്ള ഗഡ്സോട് അല്ലാണ്ട് അതിനെ മറ്റതാക്കിയിട്ട് ധൈര്യമില്ലാണ്ട് ഇറങ്ങിപ്പോവല്ലാണ്ട് വണ്ണമ്പിള്ള. പുരുഷന്മാരാണ് മുഴുവൻ തെറ്റ് ചെയ്യുന്നത്, സ്ത്രീകൾ നല്ല ആൾക്കാര്. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് പറയല്ല, തെറ്റ് ചെയ്യുന്നവരുണ്ട്, തെറ്റ് ചെയ്യാത്തവരുണ്ട്, നല്ലവരുണ്ട്, ചീത്തവരുണ്ട്, രണ്ട് ഭാഗത്ത്. അപ്പൊ രണ്ട് ഭാഗത്ത് നിന്ന് നോക്കണം. അപ്പം നിങ്ങള് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു ഒന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരു കാര്യം പറഞ്ഞു, ഒരാളുമായിട്ട് റിലേഷൻ ആയിരുന്നു, ഒരു കുട്ടിയുണ്ട്, ആളിപ്പോ ഇല്ല. അപ്പോ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഇത് അവിഹിതമായിരുന്നോ? ഒരു അവിഹിതമായി അത് കേട്ടെടുത്ത് ഒരു മുഖം മാറിയിടം നോക്കിയോ, മുഖം മാറി എന്നിട്ട് പിന്നെ ഒരു സെക്കൻഡ് ആലോചിച്ച് ഇത് പടി ആളല്ലോ ആയിരുന്നോ? ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിൽ നിങ്ങളെ കൊണ്ടുള്ള ആൾക്കാരുടെ ചിന്തയും ചോദ്യങ്ങളും ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാത്തതിന്റെ മെയിൻ കാരണം. ഇമ്മാതിരത്തെ കോണസ്റ്റ് ചോദ്യം ചോദിച്ചാൽ ഇവിടെ വിളിച്ചെടുത്തിട്ട് ചൊറിയേണ്ട ഒരു കാര്യം. ഭയങ്കര അലമ്പ് പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ മോറൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, മൊറാലിറ്റിയാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്. ഞാനൊരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് പറയുന്ന സമയത്ത് ഇങ്ങനെയല്ല അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അല്ല, നിങ്ങൾ എന്നെ മുമ്പ് ഇതിനെ കുറിച്ച് അതൊന്നും തെറ്റല്ല, നിങ്ങൾ ആരും ചെയ്യാത്ത കാര്യം അല്ല, അങ്ങനെ പറയുന്നില്ല. നിങ്ങളെല്ലാവരും പുണ്യാളന്മാർ, ഈ ലോകത്തിൽ ആരും ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരെന്നെ. അവിഹിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതിയാണ്. നമുക്ക് മറുപടി പറഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വേറെ രീതിയിൽ അടിയുണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ ഇനി എന്തായാലും താല്പര്യമില്ല, സംസാരിക്കാനും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, ഇതിനാണ് നിങ്ങൾ എന്നെ വിളിച്ചതെങ്കിൽ ഞാൻ ഇവിടുന്ന് വോക്കൗട്ട് ചെയ്യുന്നു. എൻ്റെ പൊന്നു ചേച്ചി, 1 മണിക്കൂർ 2 മണിക്കൂറുള്ള മറ്റേ ശ്രീകണ്ഠൻ നായരുടെ ഷോയിൽ വന്നിട്ടാണ് ഈ പെണ്ണുങ്ങളെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയില്ല, ഞാൻ കണ്ടത് അന്നേരമാണ്. എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട 1 മണിക്കൂർ ഈ പെണ്ണുങ്ങളുടെയും മറ്റേ ഫെമിനിസ്റ്റിന് സ്വന്തം വിളിച്ച് നടന്നിട്ട് ഫെമിനിസത്തിന് എന്നെ പേരുദോഷം വെച്ച് നോക്കുന്ന ആ അമ്മച്ചിനെയും രണ്ടിൻ്റെയും കോണ കേട്ടിട്ട് എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട 1 മണിക്കൂർ അങ്ങ് പോയി കിട്ടി. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങളുടെ നിലവാരം എന്താണെന്നും എങ്ങനെയാണെന്ന്.